ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഷോപ്പിംഗ് വ്ളോഗായിട്ടാണ്. ഞങ്ങളിപ്പോൾ തിരിച്ച് നാട്ടിലോട്ട് പോകാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പർച്ചേസിംഗ് ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്കൊരു ഷൂ നോക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത്. എനിക്കാണെന്നുണ്ടെങ്കിൽ നല്ല ചെറിയ സൈസ് വേണം. അപ്പോൾ എനിക്ക് പറ്റിയിട്ടുള്ള 2-3 ഇങ്ങനെ ഇട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഇട്ടിട്ടുള്ള ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റും പിന്നെ ഒരു പ്ലെയിൻ വരുന്ന വൈറ്റും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടിലേതാ എടുക്കേണ്ടതെന്നൊരു കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ അതിൽ പ്ലെയിൻ വൈറ്റ് ഇട്ട് നോക്കുമ്പോഴായിരുന്നു എനിക്ക് കറക്റ്റ് സൈസും പിന്നെ ഇട്ട് നടക്കുമ്പോഴൊക്കെ ഒരു കംഫർട്ടൊക്കെ തോന്നിയത്. അപ്പം എന്തായാലും പിന്നെ അതന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഫസ്റ്റ് ടൈമാണ് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞങ്ങൾ ഷൂ നോക്കുന്ന ടൈമിൽ ഐസുത ഓരോ ഐറ്റംസ് ഒക്കെ എടുത്ത് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ഞങ്ങൾ മെയിനായിട്ട് ഇപ്പോൾ തന്നെ നാട്ടിലോട്ട് പോകാൻ നോക്കുന്നത് ഐസുവിനെ പ്രാവശ്യം സ്കൂളിലാക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഇവിടുന്ന് അവൾക്ക് ബാഗ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഈ ഒരു ബാഗ് മാത്രമേ ഉള്ളൂ കളക്ഷന്. അപ്പോൾ കൂടുതൽ കളക്ഷൻ ഞങ്ങൾ പോകുന്ന ഷോപ്പിലൊക്കെ ഇനി ഉണ്ടാവും. അപ്പോൾ അവിടുന്ന് വാങ്ങാന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ അവിടുന്ന് ബില്ലൊക്കെ ആക്കി പിന്നെ നേരെ പോയത് ഡേ ടു ഡേക്കാണ്. ഡേ ടു ഡേക്ക് തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ അധികവും വരാറുള്ളത്. ഇവിടെ വന്നാൽ പിന്നെ നമുക്ക് വേണ്ട ഒരുവിധം ഐറ്റംസ് ഒക്കെ കിട്ടാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ നോക്കുന്നത് ഐസൂന് നാട്ടിലോട്ട് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ്. അവൾ തന്നെ ഓരോ ഡ്രസ്സൊക്കെ എടുത്ത് ഈ ഡ്രസ്സ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു വരുന്നുണ്ട്. ഷെജീറിന്റെ കയ്യിലുള്ള ഒരു ബ്ലാക്ക് ഡ്രസ്സാണ് എടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ടീഷർട്ടും പിന്നെ ഡെനിമിന്റെ ട്രൗസർ പോലത്തെ വരുന്നതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ ചോക്ലേറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് എടുത്തിട്ടില്ല കേട്ടോ. അത് പിന്നെ വേറെ ഷോപ്പിൽ നിന്നാണ് എടുത്തത്. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഐസൂനെ പ്രാവശ്യം സ്കൂളിലാക്കണോണ്ട് തന്നെ അവൾക്ക് ബാഗ് നോക്കാനാണ് ഞങ്ങൾ നെക്സ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. ബാഗിന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിലോട്ട് ഷെജീർ വരുമ്പോൾ 2 ബാഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടും വലിയ സൈസാണ്. അപ്പോൾ ഇവളിപ്പോ LKG-ലാക്കുന്നതുകൊണ്ട് തന്നെ അത്ര വലിയ സൈസിലുള്ള ബാഗ് ഇപ്പൊ അവൾക്ക് ആവശ്യമില്ല. അപ്പോൾ തൽക്കാലം ഇപ്പൊ അവൾക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള സൈസിലുള്ള ഒരു ബാഗ് നോക്കിയതാണ്. അവൾക്ക് പിന്നെ പ്രത്യേകിച്ചൊരു അഭിപ്രായമൊന്നുമില്ല കേട്ടോ. കാണുന്ന എല്ലാ ബാഗും അവൾക്ക് ഒരുപോലെ ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ അതിൽ നിന്നൊന്ന് സെലക്ട് ചെയ്ത് പിന്നെ നേരെ ലഞ്ച് ബോക്സ് നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഇതിലിപ്പോ ഈ കാണുന്നത് വാട്ടർ ബോട്ടിൽ ലഞ്ച് ബോക്സും കൂടി കോംബോ ആയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഫുൾ പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ ഞാൻ ഉള്ളിൽ ഇങ്ങനെ സ്റ്റീലിന്റെ കോട്ടിങ് വരുന്നത് എടുക്കാനായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതില്ലാന്ന് വിചാരിച്ച സൈഡിലോട്ട് നോക്കിയിട്ടൊന്ന് തുറന്നു നോക്കിയപ്പോഴതാ ഇവിടെ ഫുള്ള് സ്റ്റീലിന്റെ ആണ് കേട്ടോ. ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഏതെന്നെ എടുക്കാന്ന് നമുക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ സെയിം 2 കൂടി എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് മാത്രമായിട്ടല്ല എടുത്തത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് വേറെ എന്തൊക്കെ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നിട്ടുണ്ട്. പിന്നെ സ്കൂളിലോട്ടുള്ള ഐറ്റംസ് ഇനിയും ഓരോന്നൊക്കെ വാങ്ങിക്കാനുണ്ട്. അത് നാട്ടിൽ പോയിട്ട് വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് തന്നെ പൗച്ച് അതുപോലെ കൊടയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് നോക്കാനായിട്ട് ഞങ്ങൾ വീണ്ടും മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ താഴോട്ട് തന്നെ വന്ന് ബില്ലാക്കാണ്. ഇനിയിപ്പോൾ ചോക്ലേറ്റ് അതുപോലെ ലോഷൻ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ വേറെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഡേ ടു ഡേന്ന് ബില്ലൊക്കെ ആക്കി പിന്നെ ഞങ്ങൾ ഇനി നല്ല വിശപ്പുണ്ട് കേട്ടോ. ഇനി ഫുഡ് കഴിച്ചിട്ടാവോ ബാക്കി പർച്ചേസിംഗ് എന്നൊക്കെ പറഞ്ഞ് പോവാണ്. ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ അൽസാജ് റെസ്റ്റോറന്റിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ മുന്നേ ഒരു അടിപൊളി ചട്ടിച്ചോറ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഇവിടുന്ന് വാങ്ങിച്ചെന്നൊക്കെ. അത് ഇവിടുന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ഫുഡിന്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ഇത് എല്ലാവർക്കും അറിയണ്ടാവും. അത്യാവശ്യം നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. അവിടുന്ന് ഞാൻ ചിക്കൻ ചില്ലി ബിരിയാണി ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ ചിക്കൻ മഞ്ഞാലി ബിരിയാണി നല്ല ടേസ്റ്റാണ്, അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ചിക്കൻ ചില്ലി ബിരിയാണിയേക്കാൾ കൂടുതൽ ഇഷ്ടമായത് അതന്നെ ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നെക്സ്റ്റ് പർച്ചേസിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് പിന്നെ ലോഷന്, ഹെയർ ഓയില്, പെർഫ്യൂം അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോ ഞങ്ങൾ വന്നിട്ടുള്ളത് പാരീസ് ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് കേട്ടോ. പിന്നെ പെർഫ്യൂം അവിടെ ഷെജീർ നോക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പിന്നെ പെർഫ്യൂം യൂസ് ചെയ്യുന്നെങ്കിലും അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ ഓരോന്ന് നോക്കി എടുക്കുന്നുണ്ട്. ഷെജീറാന്നുണ്ടെങ്കിൽ പിന്നെ പെർഫ്യൂമിന്റെ ഒരു അഡിക്റ്റ് ആണ്. പെർഫ്യൂം ഒക്കെ സെലക്ട് ചെയ്ത് പിന്നെ ഞങ്ങൾ ചോക്ലേറ്റിന്റെ സെക്ഷനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ പിന്നെ അതാ നട്ട്സും പിന്നെ ഒരുവിധം എല്ലാം വേണ്ട ചോക്ലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടൊക്കെ എടുക്കട്ടെ. ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് അതൊക്കെ. പിന്നെ എന്തൊക്കെ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കറക്റ്റ് അല്ലാതും വീഡിയോ എടുത്തിട്ടില്ല. ഞങ്ങൾ രാവിലെ നേരത്തെ തന്നെ റൂമിൽ നിന്ന് പോകുന്നതുകൊണ്ട് തന്നെ നല്ല ടയർഡായിരുന്നു കേട്ടോ. ഇവിടെ നിന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടാണല്ലോ. പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ മൊത്തത്തിൽ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോവാണ്. അപ്പം എന്തായാലും ഇനി നാട്ടിലോട്ട് പോകുന്ന വ്ളോഗൊക്കെ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.